സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഒടിച്ചൊടിച്ച് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് നെയ്ക്കകത്ത് കിടന്നൊന്ന് മൂത്ത് വരട്ടെ. നമ്മളിത് സേമിയ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതേ പാനിലോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ച് മുന്തിരിയോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എല്ലാം വറുത്ത് കോരി മാറ്റി. ഇനി നമുക്കതിലോട്ട് ഒരിച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ, വെള്ളം കൂടിപ്പോകരുത്. എന്നിട്ട് ഈ കൂട്ടത്തിൽ തന്നെ നമുക്കൊരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സേമിയയുടെ വെള്ളമൊക്കെ പറ്റി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.